ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ചീരത്തോരൻ വെക്കാം. വീടിൻ്റെ മുറ്റത്തേക്കുന്ന ചീരയാണ്. അത് ഉണക്ക സമയത്ത് നല്ല പോലെ ഉണ്ടായിരുന്നു. മഴ പെയ്തപ്പോൾ അതെല്ലാം അങ്ങ് പോയി. ഇപ്പോൾ വീണ്ടും പൊട്ടിക്കിളുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതേന്നിപ്പോൾ ഒരു ചെറിയ തോരനുള്ളത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് തോരൻ വെക്കാം. അത് ഇടയ്ക്ക് പുഴു കടിച്ചതൊക്കെ ഉണ്ട്. അതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് നല്ലപോലെ വൃത്തിയാക്കി കഴുകി എടുക്കാം. നമുക്ക് കഴുകി നല്ല പോലെ എടുക്കാം. അത് എന്നിട്ട് അരിഞ്ഞ് നമുക്ക് നല്ലൊരു ചീരത്തോരൻ വെക്കാം. എല്ലാം കഴുകിയെടുത്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാം. കുറച്ചേ ഉള്ളൂ, ഒത്തിരി ഇല്ല. എന്നാലും നമുക്ക് നമ്മുടെ മുറ്റത്തു നിന്നൊരു കിട്ടുന്നതല്ലയോ, അതപ്പം നമുക്ക് നല്ല ടേസ്റ്റാണ്. നമുക്കതെല്ലാം അരിഞ്ഞെടുക്കാം. നമുക്ക് എല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് ഒരു അരപ്പെടുക്കാം. അതിനകത്തോട്ട് തേങ്ങ ഇട്ടു, നല്ല ജീരകം ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, ശകലം മുളക് പൊടി ഇട്ടു, ഒരു 2 ചുമന്നുള്ളി, 2 അല്ലി വെളുത്തുള്ളി, കാന്താരി, ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. കടുകിട്ട് കൊടുക്കും. വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ട് കൊടുക്കാം. അതിലോട്ട് വേണേൽ ചുമന്നുള്ളിയൊക്കെ അരിഞ്ഞിട്ട് മൂപ്പിച്ചിട്ട് ഈ അരപ്പിടാം. ഇപ്പം ഞാനതൊന്നും ചെയ്തില്ല. ഈ അരപ്പ് അങ്ങോട്ടിട്ട് ഇളക്കി അതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുക്കാം. അതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി യോജിപ്പിച്ച് ഞാനൊന്ന് തത്തിപ്പൊത്തി 5 മിനിറ്റ് വെച്ച്, വെള്ളമൊന്നും ഒഴിക്കല്ല. ചീരയിലൊരു വെള്ളമുണ്ട്, ആ വെള്ളത്തിലത് വേവും. സ്വാദിഷ്ടമായ ചീരത്തോരൻ